വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് +2 എക്കണോമിക്സിന്റെ വെയിറ്റേജ് നോക്കാൻ വേണ്ടിയിട്ടാണ്. മെയിൻലി ഓണം എക്സാമിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റേജസ് എങ്ങനെയാണെന്നുള്ളത് ഫോക്കസ് ചെയ്യുക. എന്നിട്ട് ബാക്കി പബ്ലിക് എക്സാമിനൊക്കെ ടൈം ഉണ്ടല്ലോ. അപ്പോൾ വെയിറ്റേജ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. അതായത് നമുക്ക് മൈക്രോ എക്കണോമിക്സും ഉണ്ട്, മാക്രോ എക്കണോമിക്സും ഉണ്ട് എക്കണോമിക്സിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. മൈക്രോ എക്കണോമിക്സിൽ നമുക്ക് ആദ്യത്തെ 5 പാഠങ്ങൾ മാത്രമേ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. സോ ഫസ്റ്റ് ചാപ്റ്ററിന്റെ വെയിറ്റേജ് വരുന്നത് 4 ആണ്. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിന്റെ വെയിറ്റേജ് 12ഉം പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് 8ഉം തിയറി ഓഫ് ഫാർമറുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ 10ഉം മാർക്കറ്റ് ഇക്വിലിബ്രിയം 6ഉം ആണ് വരുന്നത്. ടോട്ടൽ അങ്ങനെ 40 മാർക്സ് നമുക്ക് മൈക്രോ എക്കണോമിക്സിൽ നിന്നും. ദെൻ മാക്രോ എക്കണോമിക്സിന്റെ വെയിറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സിൽ നിന്ന് 3 മാർക്ക്. Then national income accounting weightage 12 ആണ്. money and banking 6, income determination 7, government budget and economy 6ഉം open economy 6ഉം ആണ് വരുന്നത്. ടോട്ടൽ 40. അങ്ങനെ 40 + 40 80 മാർക്സ് ആണ് വരുന്നത്. അതിൽ ഓൺ എക്സാമിലേക്ക് ഈ ഒരു വെയിറ്റേജ് പ്രകാരം ഓൺ എക്സാമിലേക്ക് വരുന്ന പോർഷൻസ് മൈക്രോ എക്കണോമിക്സിന് 1, 2, 3 ചാപ്റ്റേഴ്സ് ആണ്. 1, 2, 3 ചാപ്റ്റേഴ്സ് ഓൺ എക്സാമിലേക്ക് വരുമ്പോൾ 4 മാർക്കല്ല വരാം. ഓൺ എക്സാമിലേക്ക് വരുമ്പോൾ അത്രയും ചാപ്റ്റേഴ്സിൽ നിന്നാണ് നമുക്ക് 80 മാർക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടേണ്ടത്. അപ്പോൾ ആ ഭാഗത്തുനിന്ന് നല്ല രീതിക്ക് ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോ എക്കണോമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ 2 and 4 ആണ്. മാക്രോ എക്കണോമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 2 ആണ്. ഈ വെയിറ്റേജസ് എല്ലാം അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാകുക. ആർക്കെങ്കിലും ട്യൂഷനിൽ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഹായ് +2 എന്ന് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. കംപ്ലീറ്റ് ഡീറ്റെയിൽസും നിങ്ങൾക്ക് അതിൽ അയച്ചു തരുന്നതാണ്. എപ്പോഴും നമ്മൾ ഈ വെയിറ്റേജസ് എല്ലാം നോക്കി വേണം പഠിക്കാൻ. വെയിറ്റേജ് ഇല്ലാത്ത ചാപ്റ്ററിൽ ഒരുപാട് നമ്മൾ എഫേർട്ട് ഇടേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. താങ്ക് യു സോ മച്ച്.